കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്ക് വൻ തിരിച്ചടി. പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും ഇഡി നോട്ടീസ്. ഫെമ ചട്ടം ലംഘിച്ചുവെന്നും വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തുവെന്നും ഇഡി കണ്ടെത്തി. ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് നോട്ടീസ് അയച്ചത്. കിഫ്ബി ചെയർമാനാണ് മുഖ്യമന്ത്രി. അന്വേഷണം പൂർത്തിയാക്കി ഇഡി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ് അയച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് എന്നിവർക്ക് പുറമെ കിഫ്ബി MD KM എബ്രഹാം, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർക്കും നോട്ടീസുണ്ട്. മസാല ബോണ്ട് വഴി കണ്ടെത്തിയ പണം അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. ഫെമ ചട്ടലംഘനം വ്യക്തമായിരുന്നു. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് മസാല ബോണ്ട് സമാഹരണത്തിനുള്ള തീരുമാനമെടുത്തത്. 2019 മാർച്ചിൽ മസാല ബോണ്ട് ഇറക്കി കിഫ്ബി 2150 കോടി രൂപ സമാഹരിച്ചു. CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2021 ഇഡി അന്വേഷണം ആരംഭിച്ചത്. കിഫ്ബി മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്നും കേരളം കേന്ദ്രത്തിന്റെ അധികാരത്തിൽ കടന്നുകയറിയെന്നും CAG റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടില്ല. വിദേശ കടമെടുപ്പ് അധികാരം കേന്ദ്രത്തിന് മാത്രമാണെന്നിരിക്കെയായിരുന്നു കിഫ്ബി ഒരു സ്വതന്ത്ര ഏജൻസിയാണെന്ന വാദത്തിൽ മസാല ബോണ്ട് പുറത്തിറക്കിയത്. RBI ചട്ടങ്ങളും പാലിക്കപ്പെട്ടില്ല. 2021 ഇഡി അന്വേഷണം ആരംഭിച്ചത്. 9.72% പലിശയിലായിരുന്നു മസാല ബോണ്ട് ഇറക്കി പണം സമാഹരണം നടത്തിയത്. നോട്ടീസിന് നൽകുന്ന മറുപടി തൃപ്തികരമല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നടക്കം കൂടുതൽ വ്യക്തത തേടും. ജനം, കൊച്ചി.